നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. എടാ, ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സിനിമയുടെ പേരൊന്ന് ശ്രദ്ധിച്ചേ, അജഗജാന്തരം. നല്ല അടിപൊളി സിനിമയായിരുന്നു. ഒരുപാട് നമ്മൾ രസിപ്പിച്ചൊരു സിനിമയാണ്. അപ്പൊ സിനിമയെക്കുറിച്ച് പറയാനല്ല മാഷ്, ഈ പേരിനെ കുറിച്ച് പറയാനാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അജഗജാന്തരം എന്ന പേര് നിങ്ങൾ മറ്റെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മലയാളത്തിലെ ഒരു ശൈലിയാണ് അജഗജാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ 3 പദങ്ങളാണ് അജഗജാന്തരം എന്ന ശൈലിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് അജം, ഒന്ന് ഗജം, ഒന്ന് അന്തരം. എന്താ മക്കളെ ഈ അജം, ഗജം, അന്തരം എന്നൊക്കെ പറഞ്ഞാൽ? മക്കളെ, അജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടാണ്, ഗജം ആനയാണ്. നോക്കിയേ നിങ്ങൾ, ആടും ആനയും തമ്മിൽ ചെറിയ വ്യത്യാസമാണോ ഉള്ളത്? അല്ല, അവർ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആട് ചെറുതാണ്, ആന വലുതാണ്. വ്യത്യാസം എന്ന വാക്കാണ് അന്തരം എന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസം അത് ചെറിയ വ്യത്യാസമാണോ? അല്ല, വലിയ വ്യത്യാസമാണ്. വലിയ വ്യത്യാസത്തെ സൂചിപ്പിക്കുന്ന ശൈലിയാണ് അജഗജാന്തരം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് കുറച്ച് ശൈലികൾ പരിചയപ്പെട്ടാലോ? ശൈലികൾ: നെല്ലിപ്പലക കാണുക, അവസാനം കാണുക, കേള് കൊട്ടുക, ആരംഭം കുറിക്കുക, കാല് വാരുക, ചതിക്കുക, ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും, നിവൃത്തിയില്ലാതെയായാൽ എന്തു ചെയ്യും, അക്കിടി പറ്റുക, അപകടം പറ്റുക, അങ്ങാടിപ്പാട്ടായി, പരസ്യമായി, അടി മുതൽ മുടി വരെ മുഴുവൻ, അരമനസ്, തൃപ്തിയില്ലാതെയായി, ഊതിപ്പഴിപ്പിക്കുക, നിസ്സാരമായത് വലുതാക്കുക, വളം വെച്ച് കൊടുക്കുക, സൗകര്യം ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രയും ശൈലികൾ പഠിച്ചല്ലോ. ശൈലികൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. 1 മാർക്കിന്റെ ചോദ്യം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഓൾ ദി ബെസ്റ്റ്.